أعوذ بالله من الشيطان الرجيم. بسم الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സദസ്സ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിന്റെ അധ്യക്ഷൻ, മറ്റു ഉസ്താദുമാർ, സ്നേഹനിധികളായ നാട്ടുകാർ, അൽഹംദുലില്ലാഹ്, ആദ്യം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുകയാണ്. ഈ മഹത്തായ വേദിയിൽ എനിക്ക് രണ്ടു വാക്ക് നിങ്ങളോട് സംവദിക്കാൻ തൗഫീഖ് നൽകിയതിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. പ്രിയരെ, നാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ, വളരെ ഹബീബിനോടുള്ളതായ പ്രണയം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയാണ് ഈ മഹത്തായ വേദി. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രഭാഷകന്മാരും അതിമനോഹരമായ നമ്മുടെ ഫാരിസ് ഉസ്താദിന്റെ പാട്ട്, ഹൃദയങ്ങളിൽ നിന്ന് മദീനയോടുള്ള ഹുബ്ബ് കണ്ണുകളിലൂടെ കണ്ണുനീര് വരുന്നതായ രീതിയിൽ അതിന്റെ അർത്ഥം ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഹബീബ് മദീനയിൽ ഉണ്ട് നബിയെ, എനിക്ക് ആ ഹബീബിനോ കാണാനുള്ള അനുവാദം നബി തരുമോ എന്നൊക്കെ ആ പാട്ടിന്റെ അർത്ഥം നാം ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. വളരെയധികം മനോഹരമായ രീതിയിലുള്ള പാട്ടുകളെല്ലാം ഇവിടെ പാടുന്ന സാഹചര്യത്തിൽ എനിക്ക് ഈ വേദിയിൽ എൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയില്ല എന്ന് തന്നെ അറിയാം. എന്നിരുന്നാലും ഈ ഹബീബിനെ കുറിച്ചുള്ളതായ എത്ര പറഞ്ഞാലും തീരാത്ത, അവിടുത്തെ മധുഹുകൾ എത്ര പാടിയാലും പുകഴ്ത്തിയാലും പറഞ്ഞാലും തീരാത്ത അതിമനോഹരമായ ഈ വേദിയിൽ രണ്ട് വാക്കുകളിൽ ഒതുക്കി ഞാൻ നിർത്താം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മക്ക നഗരത്തിൽ ഒരു വളരെ ഭയാനകരമായ, അല്ലെങ്കിൽ വളരെ ഇരുട്ട് നിറഞ്ഞതായ ഒരു രാത്രിയിൽ ആരോ വന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാതിക്കൽ മുട്ടുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് മുട്ടിയതെന്നറിയാതെ വാതിൽ തുറന്നു നോക്കുന്നു. ആ ഇരുട്ടിന്റെ ആഘാതമായ ഇരുട്ടിന്റെ കൂരാക്കൂരിട്ടിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്ന വ്യക്തിയുടെ മുഖം കാണുന്നില്ല, മനസ്സിലാകുന്നില്ല. സൂക്ഷിച്ചു നോക്കിയ നബിക്ക് മനസ്സിലായി ഇത് കറുകറുത്തു പോയ ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന്. ഉടുതുണിക്ക് വകയില്ലാത്ത മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. പകൽ വെളിച്ചത്തിൽ വരാൻ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വസ്ത്രം പോലുമില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയതായ ഒരു വസ്ത്രം എടുത്തുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. വന്ന കാര്യം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധിപ്പിച്ചു. നബിയെ, എനിക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം സ്വീകരിക്കണം. ഹബീബായ തങ്ങളെ, എനിക്ക് ഇന്നു മുതൽ ദീനിന്റെ വെളിച്ചം, ഇന്നു മുതൽ എനിക്ക് വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് വരണം നബിയെ എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ വാരിപ്പുണർന്നുകൊണ്ട് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാരിപ്പുണർന്നുകൊണ്ട് നെഞ്ചോട് നെഞ്ചു ചേർത്ത് കെട്ടിപ്പിടിച്ച് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാരിപ്പുണർന്നപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവോടെ നിന്ന് പറഞ്ഞു, ഞാൻ ജനിച്ച് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിന് ശേഷം ഇന്ന് വരെ എൻ്റെ ശരീരം ആരും നെഞ്ചോട് ചേർത്തിട്ടില്ല നബിയെ. ഇന്ന് വരെ എൻ്റെ ശരീരം ആരും സ്പർശിച്ചിട്ടില്ല നബിയെ. എന്നെ ഒരാളെ കെട്ടിപ്പിടിക്കാൻ പോലും ഇന്ന് വരെ തുനിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനെ ചേർത്ത് പിടിച്ചത്. ഇരുണ്ട യുഗം എന്നറിയുന്ന, കറുപ്പിനെ നിഷേധിച്ചിരുന്ന, കറുത്താളുകൾ വരുമ്പോൾ നീക്കി നിർത്തിയിരുന്ന കാലഘട്ടത്തിൽ പ്രകാശത്തിലാക്കുകയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. കറുകറുത്തു പോയ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും വെളുവെളുത്തു പോയ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെയും തോളോട് ചേർത്ത് നിർത്തി സമൂഹത്തിന്റെ വംശീയതയുടെ മുഖത്തിൽ നിന്ന് മറനീക്കിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കാരുണ്യവാനാണ്, എത്ര നല്ല പ്രവാചകൻ, എത്ര നല്ല നേതാവ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുമോ ഇതുപോലത്തെ ഒരു നേതാവിനെ? ആ നേതാവിന്റെ ഉമ്മത്താവാൻ സാധിച്ചതിൽ തന്നെ നാം വളരെയധികം ഭാഗ്യം ചെയ്തവരാണ്. അതുപോലെ തന്നെ വളരെ നല്ല കൂട്ടുകാരനായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെല്ലാവർക്കും കൂടപ്പിറപ്പുകളുണ്ട്, കൂട്ടുകാരുണ്ട്. നല്ലതിലേക്ക് ക്ഷണിക്കുന്ന
ക്ഷണിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നവരുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീനയുടെ തെരുവിലൂടെ നടന്നു നീങ്ങുന്ന സമയത്ത് കൂടെ ജാബിർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ് ജാബിറിനോട്, അല്ല ജാബിറെ, ഈ ഒട്ടകത്തെ എനിക്കൊന്ന് വിൽക്കാമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടെ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, നബിക്ക് വിൽക്കുകയോ? നബിക്ക് ഞാൻ ഹദിയായിട്ട് തരാം നബിയെ, നബി ഫ്രീ ആയിട്ട് എടുത്തോ എന്ന് പറഞ്ഞു. ഇല്ല ജാബിറെ, നീ എനിക്ക് ഒട്ടകത്തെ വിറ്റാൽ മതി, എത്രയാണ് ഇതിന്റെ കാശ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ പണം തരാം, നീ എനിക്ക് അതിനെ വിൽക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഒന്നും രണ്ടും വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങ് എടുത്തോളൂ, എനിക്ക് പണമൊന്നും വേണ്ട നബിയെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ജാബിർ റളിയല്ലാഹു അൻഹു വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ആ ഒട്ടകത്തെ മാർക്കറ്റിൽ കൊണ്ട് വിറ്റാൽ അതിന് നയാ പൈസ പോലും മാർക്കറ്റിൽ നിന്ന് കിട്ടുകയില്ല. കാരണം അത്രയും അധികം വയസ്സായ അവശനായിക്കൊണ്ടുള്ളതായ ഒട്ടകം ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എനിക്കിതിനൊന്ന് വിൽക്കാമോ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ആഗ്രഹം കേട്ടുകൊണ്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 40 ദീനാറിന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാം. അവസാനം അത് വിൽക്കുകയാണ്. 40 ദീനാറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ആ വയസ്സായ വൃദ്ധയായ ഒട്ടകത്തെ വാങ്ങിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്ന ശേഷം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ ബിലാൽ, ജാബിർ റളിയല്ലാഹു ജാബിറിന് നീ ഒരു 40 ദീനാറ് കൊടുക്കണം, കൂടെ ഈ ഒട്ടകത്തെയും സമ്മാനമായി കൊടുക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എത്ര നല്ല കൂട്ടുകാരൻ, എത്ര നല്ല കൂട്ടുകാരൻ! കൂട്ടുകാരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ കൂട്ടുകാരന്റെ വിഷമങ്ങളും അതിനുള്ള പരിഹാരവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു കൊടുത്തു. നമുക്കും കൂട്ടുകാരുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കൂടപ്പിറപ്പുകളെയും കൂട്ടുകാരന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാരായ പാതയിൽ നയിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഇബാദത്തുകൾ വളരെ അധികം അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നിസ്കരിക്കണം. നമുക്കെല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ അറിയാം, അല്ലേ? ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരുപാട് പേരുകളുണ്ട്. അതിമനോഹരമായി ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ മദ്രസകളിൽ മത്സരം വെക്കുമ്പോൾ കുഞ്ഞു മക്കളൊക്കെ ചിത്രം വരച്ച് കാണുമ്പോൾ വളരെയധികം അത്ഭുതപ്പെട്ടു പോകും. അത്ര മനോഹരമായ രീതിയിലുള്ള ചിത്രങ്ങൾ. എന്നാൽ നിങ്ങളൊന്ന് വെള്ളത്തിൽ ചിത്രം വരച്ച് നോക്കിയിട്ടുണ്ടോ? നിറഞ്ഞു കിടക്കുന്നതായ വെള്ളത്തിൽ ഒന്ന് ചിത്രം വരച്ച് നോക്കിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും ചിത്രം ശരിയാവാറുണ്ടോ? ആ വെള്ളത്തിൽ വരച്ച ചിത്രം ശരിയാവൂല. നമ്മൾ എത്ര മൊഞ്ചു കൂട്ടാൻ നോക്കിയാലും, എത്ര പരിശ്രമിച്ചാലും, എത്ര സമയം എടുത്ത് നോക്കിയാലും ആ ചിത്രം വര പൂർത്തിയാവുകയില്ല. എന്നാൽ ആ ചിത്രം വരച്ച് നമ്മൾ എന്ത് ചെയ്യൂല? കാണൂല. വെള്ളത്തിലല്ലേ പണ്ടാരോ പറഞ്ഞ പോലെ, വെള്ളത്തിൽ വരച്ച വര പോലെ എന്ന് പറഞ്ഞ പോലെ കാണൂല. അതുപോലെ ആവരുത് നമ്മൾ ഈ ഭാഗത്ത്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, അവൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ പ്രീതിക്കല്ലാതെ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്താൽ വെള്ളത്തിൽ വരച്ച വര പോലെയോ ഒരു പ്രയോജനം ഉണ്ടാവില്ല. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താലേ അള്ളാഹുവിനോട് ചെയ്യുന്ന ഇബാദത്ത്. എന്നാൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാലോ? ഹബീബായ റസൂലുള്ളാഹിന്റെ മാസമാണ് എന്ന ചിന്തയിലും ഒരു സ്വലാത്ത് ആരെങ്കിലും ആൾക്കാരെ കാണിക്കാൻ ചൊല്ലിയാലും നമുക്ക് എന്ത് കിട്ടും? കൂലി കിട്ടും. കാരണം എന്താണ്? ഹബീബ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞത് ലോക ജനതക്ക് മൊത്തം അനുഗ്രഹമായിട്ടല്ലാതെ നബി തങ്ങളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് ഭൂജാതനായപ്പോൾ ഒരു ചിത്രീകരണവുമില്ലാതെ ഹബീബിന്റെ മുഞ്ച് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പറയാൻ ഇത്ര മനോഹരമാണ് ഹബീബ് എങ്കിൽ ആ റസൂലിനെ കാണാൻ എത്ര മുഞ്ചായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹബീബിനെ മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കാണാനും മദീനയിലേക്ക് എത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.